ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml അളവ് കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ, വലിയ തരിയുള്ള ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചൂടുള്ള പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ചൂട് കൂടി പോകരുത്, ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാവൂ. ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ചേർക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ അങ്ങനെ നേരിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ആ മുട്ടയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് വേണം മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പോളം മാവ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് മാവിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് മൈദ വീണ്ടും ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർക്കരുത്, കുറേശ്ശെയായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ വീണ്ടും കുറച്ച് മൈദ കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതിനി നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഞാൻ 1/2 കപ്പ് മൈദ ലാസ്റ്റ് എടുത്തിട്ടുള്ളത് മൊത്തവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ 2.5 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ എടുക്കും ഒന്ന് ഡബിൾ സൈസിലായി കിട്ടാനായിട്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചതിനെക്കാട്ടിലും നല്ല പോലെ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് പകുതി അങ്ങ് മാറ്റിയിട്ട് ഇത് ബോൾസാക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കിയാണ് എടുക്കുന്നത്. ഓരോ ബോളും ഇതേപോലെ തന്നെ ക്രാക്സ് ഒന്നും ഇല്ലാതെ വേണം, സൈഡിലൊന്നും നന്നായിട്ട് തന്നെ ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ബോളും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇനി ഇത് ഒരു സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. സ്ക്യൂവർ വലുതാണെങ്കിൽ ഒന്ന് പകുതി വീതം കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ഓരോ ബോളും ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കണം. ഇനി അടുത്ത ബോൾ ഇതിൻ്റെ ഒന്ന് തൊടുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. ആദ്യം വെച്ചിട്ടുള്ള ആ ബോളിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ രണ്ടാമത്തെ ബോളും വെച്ച് കൊടുക്കണം. ഇനി ഇതെല്ലാം ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ളത് ആദ്യം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളത് കുറച്ച് നേരം കുറച്ചൊന്ന് ആ ഈസ്റ്റൊക്കെ ഒന്ന് ഇതായിട്ട് ഒന്നുകൂടി ഒന്ന് പൊങ്ങി വരും. അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്യുമ്പം നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ സ്ക്യൂവറിലൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിന് എണ്ണയിലേക്ക് ഇതേപോലെ 2 എണ്ണം വീതം ഒരു നേരത്തെ ഇട്ടാൽ മതി. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലാ സൈഡും നല്ല ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആ ബോൾസ് നല്ല അടുത്തടുത്തായിട്ട് കുത്തിവെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കിത് സ്ക്യൂവറിൽ തന്നെ ചെയ്യണമെന്നില്ല, അല്ലാതെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്